നമസ്കാരം. രാഷ്ട്രീയ അഭയം തേടി ഗതികിട്ടാതെ അലഞ്ഞ ഒരു ആത്മാവിന്റെ പ്രതികരണം. സതീശൻ മഹാനാണത്രേ. പി വി അമ്പൂക്കയുടെ ഫേസ്ബുക്ക് കുറിപ്പാണ്. ആ കുറിപ്പിനെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട് അമ്പൂക്ക കൂടി ന്യായീകരിച്ചപ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. വി ഡി സതീശൻ എന്നാൽ വെൽ ഡ്രസ്സിൽ നടക്കുന്ന നല്ലൊരു തട്ടിപ്പുകാരനാണ്. വെറും തട്ടിപ്പുകാരനല്ല, മണി ചെയിൻ തട്ടിപ്പുകാരനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. ഇന്നിപ്പോ വി ഡി സതീശനെ ന്യായീകരിക്കുന്ന പി വി അൻവർ പറഞ്ഞതാണ്. അപ്പോൾ ആ ന്യായീകരണവും നിങ്ങൾ കേൾക്കണം. അതിനുശേഷം ഇന്നലകളിൽ ഇതേ അമ്പൂക്ക ഇതേ നാവ് കൊണ്ട് പറഞ്ഞ വാചകം കൂടി നിങ്ങൾ കേട്ടിരിക്കണം. എന്നിട്ട് സതീശൻ എന്ന രാഷ്ട്രീയ കാപട്യത്തെ, രാഷ്ട്രീയ തട്ടിപ്പുകാരനെ, അടിമുടി സാമ്പത്തിക ഉടായ്പുകാരനെ രക്ഷപ്പെടുത്താൻ, ന്യായീകരിക്കാൻ സാമ്പത്തിക ഗജ ഫ്രോഡായിട്ടുള്ള പി വി അൻവർ കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇയാൾ അടിമുടി തട്ടിപ്പുകാരൻ തന്നെ. അപ്പോ പി വി അൻവറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾക്കെതിരെ കേസുകളും അന്വേഷണങ്ങളും ആരോപണങ്ങളും വരുമെന്ന് എനിക്കറിയാത്തതാണോ? ഒരു തരത്തിൽ കേരളത്തിൽ ഇക്കാര്യം അറിയുന്ന ആളുകളിൽ മുൻപന്തിയിലല്ലേ എൻ്റെ സ്ഥാനം? അപ്പോൾ വായിക്കുമ്പോൾ പെട്ടെന്ന് സതീശനോട് ഒരു വികാരം, അല്ലെങ്കിൽ ഒരു വൈകാരിക, ഒരു പാവപ്പെട്ട നിഷ്കളങ്കനെ സർക്കാർ എന്തോ വേട്ടയാടുകയാണ്. ഇതേ നാവ് കൊണ്ട് സതീശനെ കുറിച്ച് പി വി അൻവർ നിയമസഭയിൽ, ഒരു കാര്യം മനസ്സിലാക്കുക, നിയമസഭയിൽ പറഞ്ഞത് രേഖയാണ്. വരും കാല തലമുറകൾ കൂടി അറിയാൻ പോകുന്ന ആ രേഖയാക്കിയ പ്രതികരണം ഒന്ന് കേട്ടെ. ഞാനൊരു മണി ചെയിന്റെ കാര്യം പറഞ്ഞു, ഇപ്പോഴും ആവർത്തിച്ച് വീണ്ടും പറയുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ പറയുന്നു, സർ, അദ്ദേഹം മണി ചെയിനിൽ അംഗമായിരുന്നോ? അദ്ദേഹം മണി ചെയിനിൽ എത്ര പേരെ ചേർത്തിട്ടുണ്ട്? എന്റെ അടുത്ത് കണക്കുണ്ട് സർ. അദ്ദേഹത്തിന്റെ പേര് 91-92 കാലഘട്ടത്തിൽ എത്ര അക്കൗണ്ടുകൾ ഉണ്ട് എന്നതിന് തെളിവിട്ടുണ്ട് സർ. ഇല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നു സർ, ഇല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നു. എന്റെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ സർ. അതുകൊണ്ട് അവസാനിക്കുന്നില്ല സർ. അപ്പുറത്തിരിക്കുന്ന പല പ്രതിപക്ഷ മെമ്പർമാരും തെളിവുകളുണ്ട് സർ. ഇവർ നടത്തുന്ന യുദ്ധമുണ്ടല്ലോ, ആ യുദ്ധത്തിനെതിരെ തെളിവ് യുദ്ധം ചെയ്യും സർ. അവരിടുന്ന ബോംബുകൾ നമ്മ കേൾക്കില്ല സർ. ആ ഇരിക്കുന്ന പലരും, ഇപ്പോൾ ആ കഴിച്ചുകൊണ്ടുവരിൽ പലരും, അവർക്കെതിരെ ഇഷ്ടം പോലെ തെളിവുകൾ. ആ തെളിവുകളുമായി നാളെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇറങ്ങേണ്ടി വന്നാൽ അൻവർ ഇറങ്ങും. ആ തെളിവുകളുടെ മുന്നിൽ അവർ നിഷ്പ്രഭരായി പോകും. കേട്ടല്ലോ, മണി ചെയിൻകാരൻ, തട്ടിപ്പുകാരൻ, വെട്ടിപ്പുകാരൻ എന്ന് സതീശനെ വിളിച്ചതാരാണ്? ഞങ്ങളാണോ? അല്ല, ഇതേ പി വി അൻവറാണ്. ഒക്കത്തിരുന്ന് അധികാര സ്ഥാനത്തിന് വേണ്ടി സതീശനെ നക്കി തുടയ്ക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലായില്ലേ? അത് നാളുകളിൽ എൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി അടിമുടി ഫണ്ട് തട്ടിപ്പുകാരൻ വേറൊരു ഫണ്ട് തട്ടിപ്പുകാരനെ ഇന്നലകളിൽ ആരോപണം ഉന്നയിച്ചു. ഇന്ന് അതേ ഫണ്ട് തട്ടിപ്പുകാരൻ നിലനിൽപ്പിന് വേണ്ടി അയാളെ ന്യായീകരിക്കുന്നു. എന്തെല്ലാം നാടകങ്ങൾ നമ്മൾ കാണണം. ഇത് ഇവിടെയും തീരുന്നില്ല. പി വി അൻവർ പറഞ്ഞതല്ലല്ലോ, നേരത്തെ കോൺഗ്രസിൽ നിന്ന ഒരു വനിത കൂടി പറഞ്ഞിട്ടുണ്ട്. സതീശനോടൊപ്പം കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന സിമി റോസ്മൽ, അവരും പറയുന്നു സതീശൻ മണി ചെയിൻ തട്ടിപ്പുകാരനാണെന്ന്. അദ്ദേഹം പണ്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു സ്കൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല. അത് രമേശ്ജിയോട് ചോദിച്ചാൽ പറയും. ഒരു കൂട്ടുകാരൻ്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ മണി ചെയിൻ തട്ടിപ്പിന് വേണ്ടി ഇറങ്ങി നടന്നൊരു കാലമുണ്ട്. അതിൻ്റെ തെളിവുകളൊക്കെ ഇപ്പോൾ പുറത്ത് വിടും. 3000 രൂപ കൊടുത്താൽ 3 മാസം കഴിയുമ്പോൾ അത് 5000 രൂപയാവും. ആ സ്കൂട്ടർ ചവിട്ടി സ്റ്റാർട്ടാക്കുന്ന വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ. ജോജോ മനക്കൽ എന്ന് പറഞ്ഞ എൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് വന്ന വഴിയൊന്നും മറക്കല്ലേ പ്രിയപ്പെട്ട സതീശ, വന്ന വഴി മറക്കരുത്. കണ്ടല്ലോ, ഇവരാരും CPM-കാരല്ല, ഇടതുപക്ഷക്കാരല്ല. ഇവരെല്ലാവരും ഇപ്പോൾ സതീശനോടൊപ്പം നിൽക്കുന്നവരാണ്. ഇവർ നിരന്നു നിന്ന് പറയുകയാണ് സതീശൻ എന്നത് അടിമുടി സാമ്പത്തിക ഉടായ്പാണെന്ന്. ഇന്നലകളിലെ മണി തട്ടിപ്പ് വീരന് വരെ കോൺഗ്രസിലൂടെ പ്രതിപക്ഷ നേതാവാകാൻ കഴിയുമെന്ന് തെളിയിച്ച വ്യക്തി. നമ്മുടെ നാട്ടിൽ പല നേതാക്കന്മാരുണ്ട്. പിണറായി വിജയൻ ചെത്തുകാരന്റെ മകനായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുഖ്യമന്ത്രി കസേരയിലെത്തി. പക്ഷേ അങ്ങനെയല്ല, കുടുംബത്തിൽ, അതായത് സവർണ കുടുംബത്തിൽ പിറന്ന് മണി ചെയിൻ തട്ടിപ്പിലൂടെ നാട്ടുകാരെ മുഴുവൻ തേച്ച് കിടത്തിയതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു? ആ വഴി നടന്ന് ആ തട്ടിപ്പുകാരന് കോൺഗ്രസ് പാർട്ടിയിലൂടെ പ്രതിപക്ഷ നേതാവാകാൻ കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന 2 പേരുടെ പ്രതികരണം. ഇനി നിങ്ങൾ പറയൂ, സതീശൻ കാപട്യമാണോ അല്ലയോ? സതീശൻ തട്ടിപ്പുകാരനാണോ അല്ലയോ? സതീശന് ഫണ്ട് കണ്ടാൽ മുക്കാൻ തോന്നുമോ ഇല്ലയോ? അതുകൊണ്ടാണ് പ്രളയകാലത്ത്, നിങ്ങൾ ആലോചിക്കുക, കേവലം വെറും ഒരു MLA ആയിരുന്ന വ്യക്തിക്ക് എന്തിനാണ് സ്വന്തം നിലയ്ക്ക്
പിരിവെടുത്ത് ഈ രീതിയിൽ പുനർജനി എന്നൊരു സംവിധാനം ഉണ്ടാക്കി അതിലൂടെ ആർക്കും വീട് കൊടുക്കാതെ പറ്റിച്ചതെന്ന് നാടിനോട് വിശദീകരിക്കണ്ടേ? അല്ലെങ്കിൽ അന്ന് പിരിവെടുത്ത് വീട് വെച്ച് കൊടുത്തവരുടെ ലിസ്റ്റ് സതീശൻ പുറത്തേക്ക് വിടട്ടെ. ഏത് കാലഘട്ടത്തിൽ? 2017-18 കാലഘട്ടത്തിൽ സതീശൻ ഇപ്പോൾ 2025 ഈ 2020 വർഷത്തിനകത്ത് സതീശൻ എത്ര വീട് വച്ചു? ആ ഫണ്ട് എന്ത് ചെയ്തു? അപ്പോ ഒരു മണി ചെയിൻ തട്ടിപ്പുകാരൻ ഇതൊന്നും ചെയ്യാതെ അവിടെ പോയി പിരിച്ചു എന്ന കാര്യങ്ങൾ തെളിയുമ്പോൾ മുക്കിയിട്ടുണ്ട്. വയനാട് ഫണ്ട് മുക്കി, പ്രളയ ഫണ്ട് മുക്കി. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണീർ പൈസ, അവരുടെ ജീവിതങ്ങൾ ചിതറിത്തെറിക്കുമ്പോൾ അതിന്റെ മറവിൽ പിരിവെടുത്ത് പുട്ടടിക്കുന്ന അടിമുടി ഫണ്ട് കള്ളനാണ് സതീശനെന്ന് തെളിഞ്ഞിരിക്കുന്നതാണ് PV അൻവറിന്റെയും സിമി റോസ്ബെലിന്റെയും പ്രതികരണങ്ങളെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്.